ഷെഫിനെ പോലെയൊക്കെ തോന്നുന്നു. അപ്പൊ ഞാനും ആദ്യക്കിട്ട് എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് വെച്ചു, കാരണം ഭയങ്കര ചൂടാണ്. ഇവനാണ് ഇങ്ങനെ ഭയങ്കര ചൂടുകുരുവൊക്കെ ഇട്ടേരും ഒക്കെ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉള്ളതാ, പണ്ട് തൊട്ടേ അറിയാം. പിന്നെ നാട്ടിൽ നിൽക്കുമ്പോഴത്തേനും ഇങ്ങനെ ചൂടുകുരു വരും ദേഹത്തെല്ലാം. അപ്പൊ രാവിലെ ആ തണുപ്പ് കൂട്ടി കുളിച്ചേക്കുവാണെങ്കിൽ കുറയുമെന്ന് അമ്മയൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഏതായാലും രാവിലെ തന്നെ കുളി കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ, കുറച്ച് ക്ലീനിങ് വർക്കുകൾ മാത്രമേ ഇനിയിപ്പം. അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ ആദ്യമേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, ഇല്ല കേട്ടാ. അങ്ങനെ ഞാനും ആദ്യക്കുട്ടൻ്റെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ ഒരു ലോഡ് പാത്രങ്ങളാണ് കഴുകാൻ കിടക്കുന്നത്. അപ്പൊ അതെല്ലാം ഇനി കഴുകണം. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളെല്ലാം ഉണ്ട്, ഈ കഴുക്കലല്ലാതെ. അപ്പൊ ഞാൻ കുളിച്ചത് അതുകൊണ്ട് ഏപ്രിൽ ഇടാന്ന് നോക്കുക, അല്ലെങ്കിൽ ദേഹത്ത് മൊത്തം വെള്ളം. അപ്പൊ ഞാൻ ഏപ്രിൽ ഇട്ടിട്ട് വരാവേ. പിന്നെ ഞാനിത് യൂസ് ചെയ്യാറൊന്നുമില്ല. ഇതുപോലെ കുളിച്ച് വരുന്ന സമയത്ത് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാനും കുറേ പാത്രം കഴുകാണ്ടായിരുന്നു, എല്ലാം കഴുകാൻ കയറി. പിന്നെ ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോഴത്തേനും എന്നോട് എൻ്റെ ചേട്ടന്മാരും അതുപോലെ ചില കസിൻസൊക്കെ ചോദിച്ചു, ഇങ്ങനെ വീഡിയോയിൽ കുറേ കുക്ക് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും ഇത് ഞാൻ തന്നെയാണോ ചെയ്യുന്നത്, എന്നെ കളിയാക്കുന്ന രീതിക്ക് ചോദിച്ചാണ്. എന്നാലും മിക്കവർക്കും ഒരു അത്ഭുതമാണ്. കാരണം വീട്ടിലായിരുന്നപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, അമ്മയായിരുന്നു എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴും അത് തന്നെ, അവിടെ അമ്മ തന്നെ എല്ലാം ചെയ്യുന്നത്. എനിക്ക് രണ്ട് വീട്ടിലും ജസ്റ്റ് സൈഡ് ഒന്ന് നിൽക്കേണ്ട കാര്യമുള്ളൂ, ചെറുതായിട്ടുള്ള ഒരു ഹെൽപ്പർ പോലെ. അപ്പം ഞാനിപ്പം തന്നെ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എല്ലാം ചെയ്യാൻ പഠിച്ചു. അതങ്ങനെയാണല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലീനിങ് ആണെങ്കിലും എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യും, നമ്മൾ തന്നെ നിൽക്കുന്ന സമയത്ത്. അപ്പം അതിനൊന്നും ആരും മുന്നേ ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാവരും പറയുമല്ലോ, അയ്യോ നീ ഒന്നും ചെയ്യുന്നില്ല, എനിക്കറിയില്ല, കല്യാണം കഴിഞ്ഞ് വിടുമ്പോൾ എന്തോ ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ചെയ്യും. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പം അവിടെ എനിക്ക് ചെയ്യണമെന്ന് അവർ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അവിടുന്നേ ചെയ്തു തുടങ്ങിയേനെ. പക്ഷെ അവിടെയും എൻ്റെ വീട്ടിലെ പോലെ തന്നെയായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ, പ്രത്യേകിച്ച് ആ കാര്യം ഓർത്ത് പേടിക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതേ ഞാൻ ആദ്യക്കുട്ടനും കൂടെ രണ്ടുപേരും ഇരുന്ന് ബോഡി ലോഷൻ തേക്കുവാണ്. ഞാൻ ഭയങ്കരമായിട്ട് സ്കിന്നെല്ലാം അങ്ങ് ഡ്രൈ ആകുവാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി ഒന്നുകൂടെ മാറിയത്. നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ. അപ്പം ഞാൻ നിവിയയുടെ ഒരു ബോഡി ലോഷൻ ഉണ്ട്, അതാ തേക്കുന്നത്. അപ്പം ഞാൻ തേച്ച് കഴിയുമ്പോഴത്തേനും ആദ്യക്കുട്ടൻ്റെ ഹിമാലയയുടെ ലോഷൻ, അവൻ ഇപ്പോഴും ഞാൻ ഹിമാലയയുടെ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യക്കുണ്ടല്ലോ, ഞാൻ അവൻ്റെ കാലയിലൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ തൂത്തൊക്കെ കഴിയുമ്പോഴല്ലോ ഭയങ്കര ഒരു വിഷമമാണ്, എന്താണെന്നറിയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതാ ഇപ്പം അവൻ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നുണ്ട്. ഞാൻ അവൻ്റെ ബോഡി ലോഷനൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അവൻ എനിക്ക് തേച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. അതെനിക്ക് ചിലപ്പോൾ ഒരു നല്ല ശീലമായിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അവൻ എന്തോ ഒരു, ഞാനിങ്ങനെ കാലയിലൊക്കെ പിടിക്കുമ്പോൾ ഒരു സോഫ്റ്റ് കോർണർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ അവന് വിഷു കഴിഞ്ഞിട്ടും കിട്ടിയ പൈസയൊക്കെ അവനെ കൊണ്ട് കൊടുക്കാൻ ഇടിയിപ്പിച്ചതാണ്. ചെറിയ സമ്പാദ്യശീലം ഇപ്പോഴേ പിള്ളേരിൽ ഉണ്ടാക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ അതേ അതൊക്കെ അവനെ കൊണ്ട് ഇടിച്ചു. അപ്പോൾ അവനെൻ്റെ ഹോൾ അറിയത്തില്ല കൃത്യമായിട്ട് ഇങ്ങനെ ഇടാൻ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചുരുട്ടിക്കൊടുത്ത് അതൊക്കെ അങ്ങ് ഇടിയിപ്പിച്ചു. പിന്നെ ഇനിയിപ്പം നാട്ടിൽ നിന്ന് വന്നതിൽ ഈ ട്രോളി ബാഗിലുള്ള തുണി മാത്രമല്ല എടുത്ത് വെക്കാനേ, അപ്പം ഞാൻ അതുകൂടെ അങ്ങ് എടുത്ത് വെക്കുമായിരുന്നു. അയ്യോ, അങ്ങനെ ദേ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. 2 ട്രോളി ബാഗിലെ മുഴുവൻ തുണികളും എല്ലാം വെക്കേണ്ടടുത്തെല്ലാം കയറ്റി വെച്ചു. അപ്പോൾ ഒരാശ്വാസമായി. ഇതെല്ലാം ഒത്തിരി, ഇതൊക്കെ എനിക്ക് ഭയങ്കര തലവേദന പിടിച്ച പണികളാണ്. എല്ലാം വെക്കുന്നിടത്തൊന്ന് കൃത്യമായിട്ട് വെച്ചില്ലേലും അടുക്കി പിറക്കി. ഏതായാലും ആ ഒരു തലവേദന പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തൂത്തുവാരണം. ഇനിയിപ്പം നേരെ ഇതേണ്ട വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഹാള് മൊത്തം ഈ ബിൽഡിംഗ് സെറ്റും ടോയ്സും കൊണ്ട് എപ്പോഴും ഇങ്ങനെ നേരത്തെ ഇട്ടേക്കുക. അപ്പം ഞാൻ എടുത്തു വെച്ചാലും അവനെ കളിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ ആകും. ഞാൻ നല്ല വഴക്ക് പറയും കേട്ടോ ഇങ്ങനെ ഇടുന്നതിന്. അപ്പം അവനറിയാം, ഞാൻ ചൂലുമൊക്കെ ആയിട്ട് ഹാളിലോട്ട് ചെല്ലുമ്പോഴേ അവനറിയാം എൻ്റെ മുഖം മാറുമ്പോൾ. അതെല്ലാം അവൻ പെറുക്കാൻ കൂടും കേട്ടോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ രണ്ടുപേരും അതെല്ലാം പെറുക്കി വെച്ചിട്ട് ഞാനങ്ങ് തൂത്തിടുക. അപ്പം അമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്. അതെ, അമ്മയായിരുന്നു. അപ്പം അമ്മയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഈ ചൂടിൻ്റെ കാര്യമേ ഉള്ളൂ ഫസ്റ്റ് പറയാൻ വേണ്ടിയിട്ട്. എന്നോട് ചോദിക്കുവാൻ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ എന്തായാലും നമുക്ക് നാട്ടിൽ അത്രയും ചൂടില്ല കേട്ടോ. അപ്പം നേരത്തെ ഇവർ ഫോണിൽ കൂടെ പറയുമ്പോഴും ഞാൻ ഇത്രയും അങ്ങോട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഭയങ്കര ചൂടാണല്ലോ. അവിടെ ചെന്നപ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ കുത്തുന്ന ഒരു ഫീലായിരുന്നു. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേനും അതൊരാശ്വാസമായി. അങ്ങനെ എന്തായാലും ഞാൻ ഹാള് മുഴുവൻ ഞാനും അതൊക്കെ ക്ലീൻ ആക്കിയേ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേന് കൂട്ടാനായിട്ട് അന്ന് കൊണ്ടുവന്ന് ഉണക്കമീൻ്റെ ശകലം വറക്കാമെന്ന് ഓർത്ത് എടുത്തതാണ്. എനിക്ക് മാത്രം ഇവിടെ മതി, ഇവിടെ ആർക്കും വേണ്ട. അതൊക്കെ ഇഷ്ടമുണ്ടോയെന്നും അറിയത്തില്ല.
പിന്നെ ഉപ്പായതുകൊണ്ട് അധികം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ഉപ്പ് കൊടുക്കുന്ന അഴുക്കാന്നാണല്ലോ പറയുന്നത്. അപ്പം എനിക്ക് മാത്രം ഒരു 3 ഉണക്കമീൻ എടുത്ത് ക്ലീൻ ആക്കുക. എനിക്കാണെങ്കിൽ ഇത് വലിയ വശമൊന്നും ഇല്ല കേട്ടോ മീൻ വെട്ടാൻ. കൊണ്ടുവന്നിട്ടുണ്ട് 3 മീൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് മാത്രം മതി. പിന്നെ ഇതിനകത്തോട്ട് ഉപ്പ് വേണ്ട, ഉണക്കമീനാണല്ലോ. നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്താ മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം മതി, ഉണക്കമീനല്ലേ. അപ്പൊ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടി വറുത്തെടുക്കാവേ. അങ്ങനെ ഉണക്കമീനാണ് അടുപ്പിലിട്ടപ്പോഴത്തേനും ഉണ്ടല്ലോ ആകെപ്പാടെ മൊത്തം സ്മെല്ലായി. എനിക്കാണെങ്കിൽ അങ്ങ് പേടിയായി. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വീടുള്ളതല്ലേ, ഇനി ആരിലും വല്ലോ കംപ്ലൈൻറ്റും പറയുമോ എന്നൊക്കെ ഓർത്ത്. പിന്നെ എന്തായാലും ഞാൻ ജനലും തുറന്ന് ഫാനും ഇട്ട്, ഒന്നും അറിയത്തില്ല, എന്തായാലും നല്ലപോലെ സ്മെല്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേണ്ടായിരുന്നു നമുക്ക് കൂട്ടാൻ ഉണക്കമീൻ, പിന്നെ പയറ് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടായിരുന്നേ. തലേ ദിവസം വെച്ചിരുന്ന കറിയൊക്കെ ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. അങ്ങനെ അതേ ഞാനും ആദ്യക്കൊണ്ടിനൂടെ കഴിക്കാണ്ടിരുന്നാണ്. അപ്പോൾ ഇവൻ തന്നെ കഴിക്കത്തില്ലായിരുന്നു. വീഡിയോ കണ്ടിട്ട് എന്നോട് നമ്മുടെ കസിൻസ് ഒക്കെ ചോദിച്ച് അവൻ തന്നെ എപ്പോഴും കഴിക്കുന്ന കേട്ടോ. പിന്നെ ഇങ്ങനെ ഒന്നിച്ചാകുമ്പോഴത്തേനും എനിക്കും എളുപ്പമുണ്ടല്ലോ എന്നോർത്ത് ഞാനങ്ങനെ അങ്ങ് എടുത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഞാൻ ആദ്യക്കൊണ്ടിൻ്റെ കൂടെ ഇരുന്ന് കളിക്കും. അപ്പോൾ വീഡിയോ കോൾ വിളിക്കുന്നത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളേ. ബൈ.